അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിമർ എഫ് സി. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു മാച്ച് കളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ആരെങ്കിലും DLS കളിക്കുന്നുണ്ടെങ്കിൽ പറയൂട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിട്ട് ഒരു ഫ്രണ്ട് മാച്ചൊക്കെ കളിക്കണം. പിന്നെ നിങ്ങൾക്ക് അറിയോ ഈ ഗെയിം എന്നറിയില്ല. ഞാനിപ്പോൾ അടുത്താണ് കയറ്റിയത്, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ നല്ലൊരു ഗെയിമാണ്, അത്യാവശ്യം ഗ്രാഫിക്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കളിച്ചു നോക്കേണ്ടതാണ്. ഇനി കളിക്കുന്നവർ എന്നായിട്ടൊന്ന് കളിക്കാൻ പറയും. അപ്പോൾ നമുക്കൊരു എക്സിബിഷൻ മാച്ചിൽ തന്നെ തുടങ്ങാം. ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കോഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു എക്സിബിഷൻ മാച്ചിൽ തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ അവരൊന്നും പറയാലോ, DLSയിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ടീമൊന്നും ഇല്ല. അങ്ങനെ നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്ന, പക്ഷെ അവർ അങ്ങനെയല്ലല്ലോ. അവർ കുറേ ടീംസ് തന്നെ അറിയില്ല നമുക്ക്. പക്ഷെ നല്ല ഗ്രാഫിക്സും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഗെയിമാണ് കേട്ടോ. അപ്പോൾ ബെല്ലിംഗം ടു ഡൊണോറുമ ടു പെദ്രി. പെദ്രിയുടെ ഒരു മിസ് പാസ്സാണ്, അവിടെ സ്കോർ ചെയ്യുമോ? ഡൊണോറുമ ഈസി ക്യാച്ചായിരുന്നു. പിന്നെ ഇതിൽ എക്സിബിഷൻ മാച്ച് കളിക്കുമ്പോൾ പിന്നെ അവരെല്ലാവരും അധികം കളിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഗോളടിക്കാൻ കഴിയും. അപ്പോൾ ലമീൻ യമാലാണ്, ക്രോസ് വരുന്നു, അവിടെ ഹെഡർ ബട്ട് സേവാണ് അവിടെ. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുന്ന പോലെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആരാണത്? എംബാപ്പയാണോ? എംബാപ്പയുടെ ഷോട്ട് മിസ്, ടാർഗറ്റിലേക്ക് പോകുന്നു. വീണ്ടും ഒരു ലോങ് പാസ്, ബട്ട് ഹെഡ് ചെയ്യുന്നു എംബാപ്പെ. ബെല്ലിംഗം. ഇവിടെ അവരൊരു അറ്റാക്ക് തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഈസിയാണ് ഈ ഗെയിം ജയിക്കാൻ. നമുക്ക് പെട്ടെന്ന് ഗോളടിക്കാം. ചിലവരൊക്കെ കാണാൻ 8, 9, 10 ഗോളടിച്ച് കളിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് 2026 DLS അല്ലത്. അപ്പോൾ ഇതിലിപ്പോൾ പുതിയ കുറച്ച് മോഡ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ കൃത്യമായി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് കൂടെ വെക്കുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ പറയും, നമുക്ക് ഒരു ഫ്രണ്ട് മാച്ചൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഒക്കെ ഇടാം. എംബാപ്പെ ഓൺ ടാർഗറ്റ് ടാക്കിളായിരുന്നു കഴിച്ചത്. ഡുംഫ്രീസിൻ്റെ പാസ്, പക്ഷേ നടന്നില്ല. നിങ്ങളെ സ്കോഡൊക്കെ അടിപൊളിയാണ്. ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോൾ തുടക്കക്കാരനാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് വീണ്ടും വീഡിയോകളിടാം. മറ്റേ പെഡ്രി ടു സണ്ണിൻ്റെ സൺ തിരിച്ചു പിടിക്കുകയാണ്. സൺ ടു ബെല്ലിംഗം ടു എംബാപ്പെ ഗോൾ. വാട്ട് എ ഗോൾ! എംബാപ്പെ ടോപ്പ് ക്ലാസ് പ്ലെയറാണ്. അപ്പോൾ നമുക്ക് എംബാപ്പനെ ഇപ്പോൾ അടുത്താണ് കിട്ടിയത്. നമുക്ക് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ട് ആളെ കൂട്ടാലോ. അപ്പോൾ എംബാപ്പനെ ഇപ്പോൾ അടുത്താണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഹാളൻഡിന് നമ്മളെയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഹാളൻഡിന് ഇറക്കിയ പ്രശ്നം, ആൾ അധികം റണ്ണ് ചെയ്യില്ല. പക്ഷെ ആൾ നല്ല പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് സ്കോർ ചെയ്യാൻ ആൾക്ക് പറ്റും. നമ്മൾ പിന്നെ ഒരു മെസ്സി ഫാൻ ആയതുകൊണ്ട് നമ്മൾ മെസ്സിനെ ഇറക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ. മെസ്സിയാണ് ക്യാപ്റ്റൻ. അപ്പോൾ അങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ ലെവൻഡോസ്കി ഉണ്ട്, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ക്രോസിനാണ് ശ്രമിച്ചത്, പക്ഷേ ഷോട്ടാണ് പോയത്. എന്തായാലും കുഴപ്പമില്ല. നല്ലൊരു ചാൻസ്. എംബാപ്പെ സ്കോർ ചെയ്യുന്നു. ഈസിയാണ്. നമ്മൾ പാസ് ഇട്ട് കളിച്ചാൽ സിമ്പിളാണ്. മിസ് പാസ് പോയാൽ നമുക്ക് ഒരു തരം ഫ്രസ്ട്രേഷനാണ് അല്ലേ. അപ്പോൾ ഇനി റോബ്ലോക്സിൻ്റെ വീഡിയോകളും വരുന്നതായിരിക്കും. റോബ്ലോക്സ്, ഈ ഫുട്ബോൾ, നിങ്ങൾ പറയുക ഏതൊക്കെ ഗെയിംസൊക്കെയാണ് നമ്മൾ കളിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ടിപ്സൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ തരാം. സ്കിൽസിൻ്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യും. പെഡ്രി ടച്ച് ഇടുന്നു. നല്ലൊരു പാസ് തന്നെയായിരുന്നു ലമീൻ യമാലിലേക്ക്. യമാലിൻ്റെ ക്രോസ് വരുന്നു. എംബാപ്പെ ഗോൾ.
പറഞ്ഞു എംബാപ്പെ ഒരു ടോപ്പ് ക്ലാസ് പ്ലെയറാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ലോഗോ ഉണ്ടല്ലോ, ഈ FC ബാർസലോണിൻ്റെ ലോഗോ, ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കൃത്യമായി ചെയ്യുന്നതായിരിക്കും. ഈ ലോഗോ മുന്നത്തെ 2025 നിങ്ങൾക്ക് ഡയമണ്ട് കൊടുക്കണ്ടായിരുന്നില്ല. ഇത്തവണ ഡയമണ്ട് കൊടുക്കണം എന്നാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. എംബാപ്പെ ഓർ ഹുവാൻ ലുക്ക്, ഹാളൻഡിനെ അവിടെ ഇറക്കാൻ പറയുന്നുണ്ട്. നമ്മൾ ഇറക്കണോ ഇറക്കണ്ടേ എന്നാണ് എംബാപ്പേസ് കോച്ച്. ഞാൻ പറയാം, എംബാപ്പേസ് ടോപ്പ് ക്ലാസ് ആണ് ആള്. നല്ലൊരു ടച്ചാണ് അവരുടെ. ബെല്ലിംഗോ ലമീൻ യമാലിനെ കയറ്റി മുഹമ്മദ് സലനെ ഇറക്കണം എന്നാണ് പറയുന്നത്. വേണ്ട, ലമീൻ യമാൽ നല്ലൊരു ടച്ച് ഇടുന്നു. യമാലിൻ്റെ ക്രോസ് വരുന്നു. മെസ്സി ജസ്റ്റ് മിസ് എന്ന് തന്നെ പറയട്ടെ. മെസ്സി ആക്യുറസി, കോർണറിങ് ഒക്കെ അത്യാവശ്യം ഉണ്ട് ആൾക്ക്. ഷൂട്ടിങ്ങും ഉണ്ട്. പേസാണൊന്ന് കുറവുള്ളത്. അത് DLS ആൾക്കാർ ഒന്ന് പേസ് കുറച്ചും കൂടി ഇൻക്രീസ് ആക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കമ്പാരിസണൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയും. അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, താല്പര്യമുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറയും. നല്ലൊരു ഹെഡർ പാസ്. മെസ്സി ടു റൊഡ്രിഗോ ബാക്കിലേക്കൊരു ടച്ച്, സൈഡിലേക്കൊരു ടേൺ, ഷൂട്ട് എടുക്കാൻ വരുന്നു. ഗോൾ. റൊഡ്രിഗോ നമുക്ക് ആദ്യം കിട്ടിയ പ്ലെയറാണ്. അതുകൊണ്ട് അത്യാവശ്യം കൂടിയിരിക്കുന്നത് 82 അപ്പോൾ നമ്മൾ അത്യാവശ്യം അവരെ ലെവൽ ട്രെയിൻ ചെയ്തിട്ട് 86 ആക്കിയതാണ്. എന്തായാലും കൊള്ളാം. അതിങ്ങിൽ റഫീന ഉണ്ടായിരുന്നു. ബട്ട് റഫീന ഫോം ഔട്ട്, ഇഞ്ചുറിയാണ് ആൾക്ക് വലിയ കളിക്കാൻ വയ്ക്കുന്നില്ല. അപ്പോൾ ഹാളൻഡിനെ ഇറക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പോഴേക്കും കളി കഴിഞ്ഞു. സോ ഗുഡ്. ഇതാണ് അപ്പോൾ എൻ്റെ സ്ക്വാഡ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എംബാപ്പെ ഉണ്ട്, മെസ്സി ഉണ്ട്, സണ്ണുണ്ട്, ബെല്ലിംഗോ ഉണ്ട്, പെഡ്രി ഉണ്ട്, യമാൽ ഉണ്ട്, ഡുംഫ്രീസ് ഉണ്ട്, വെർജിൽ വാൻഡേക്ക് ഉണ്ട്, സലീബ് ഉണ്ട്. പിന്നെ ആ സൈഡിൽ നിൽക്കുന്ന ആളെ പേരേക്ക് അറിയില്ല. പിന്നെ റോബർട്ട്സ് ഉണ്ട്, ഡൊണോറുമ ഉണ്ട്, ലെവൻഡോസ്കി ഉണ്ട്, പാൽമർ ഉണ്ട്, റൊഡ്രിഗോ ഉണ്ട്, പിന്നെ സല ഉണ്ട്, റഫീന ഉണ്ട്, ഹാളൻഡ് ഉണ്ട്, മേക്കലിസ്റ്റർ ഉണ്ട്, ഷെസാക്ക് ഉണ്ട്. അങ്ങനെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ടോപ്പ് നമ്മൾ ഫോർഡനൊക്കെ ഇഞ്ചുറിയാണ്. അപ്പോൾ കുറച്ച് പ്ലേയേഴ്സ് എനിക്ക് ആരൊക്കെയാണ് കൂടുതൽ അങ്ങനെ കമ്പാരിസൺ ചെയ്യാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾ പറയും എന്ത് നമ്മൾ കാട്ടണം. സോ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.